നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭീകരവാദത്തിന് അന്ത്യം കുറിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഭീകരവാദ ഭീഷണികൾ നേരിടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഹാർ എന്ന പേരിൽ ആദ്യ ദേശീയ ഭീകര വിരുദ്ധ നയം പ്രഖ്യാപിച്ചു. രാജ്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി നേരിടാനും ഭീകരരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാനും നയം ലക്ഷ്യമിടുന്നു. ഭീകരവാദത്തിന്റെ അടിവേറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായി ദേശീയ ഭീകരവിരുദ്ധ നയം പുറത്തിറക്കിയത്. ഭീകരതയുടെ എല്ലാ രൂപത്തെയും കുറ്റകരമായി കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ ഉപകരണമായി കാണുന്നുണ്ട്. അതിർത്തി കടന്നുള്ള വെല്ലുവിളികളെയും ശക്തമായി പ്രതിരോധിക്കും. സൈബർ ആക്രമണങ്ങൾ, ഡ്രോണുകളുടെ ദുരുപയോഗം, ഡിജിറ്റൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ ആധുനിക ഭീഷണികളെ നേരിടാനും ലക്ഷ്യമിട്ടുള്ളതാണ് നയം. ഭീകരവാദത്തെ ഭാരതം ഏതെങ്കിലും മതമോ ദേശീയതയോ സമുദായവുമായോ ബന്ധിപ്പിക്കുന്നില്ല. ഭീകരാക്രമണങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ഭീകരതയെ ഒരു രൂപത്തിലും അംഗീകരിക്കില്ലെന്നും നയത്തിൽ വ്യക്തമാക്കുന്നു. ജിഹാദി ഭീകര സംഘടനകളും അവയുടെ അനുബന്ധ സ്ഥാപനങ്ങളും ഭാരതത്തിനെതിരായ നീക്കങ്ങൾ തുടരുകയാണ്. അൽ ഖ്വയ്ദ, ISIS തുടങ്ങിയ ആഗോള ഭീകരവാദ സംഘടനകൾ സ്ലീപ്പർ സെല്ലുകൾ വഴി ഭാരതത്തിൽ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഭീകരവാദികൾ ഗൂഢാലോചന നടത്തുന്നതായും നയത്തിൽ പറയുന്നു. ഭീകരവാദത്തെ നേരിടുന്നതിൽ സ്വീകരിക്കേണ്ട നടപടികൾ പൊതുജന പങ്കാളിത്തവും വിശദമാക്കിയാണ് പുതിയ നയം പുറത്തിറക്കുന്നത്. ഭീകരവാദ കേസുകൾ നിയമ നടപടികളെ കുറിച്ചും നയത്തിൽ പരാമർശിക്കുന്നുണ്ട്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നേരത്തെ ഭീകരവാദം. എന്നാൽ ഭീകരവാദത്തെ ഇന്ന് വളരെ ഭംഗിയായി അമർച്ച ചെയ്യാൻ കുറച്ചെങ്കിലും നമുക്ക് കഴിയുന്നുമുണ്ട്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIS-ഉം ബംഗ്ലാദേശ് ആസ്ഥാനമായ ഭീകരവാദ സംഘടനകളുടെയും പിന്തുണയോടെ ഭാരതത്തിൽ വലിയ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഒരു ബംഗ്ലാദേശ് പൗരൻ ഉൾപ്പെടെ ഇപ്പോൾ 8 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ നടത്തിയ 10 ദിവസത്തെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്ക് ശേഷമാണ് ഈ അറസ്റ്റുകൾ. ദേശീയ തലസ്ഥാനത്ത് നടന്ന അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിക്കിടെ ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മെട്രോ സ്റ്റേഷനുകളിൽ കാശ്മീരിനെ മോചിപ്പിക്കണം എന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരവാദികൾ പിടിയിലായത്. പാകിസ്ഥാനിൽ പരിശീലനം നേടിയ ശേഷം ബംഗ്ലാദേശിൽ കഴിയുന്ന കശ്മീരുകാരനായ ഷബീർ അഹമ്മദാണ് ഇവരെ നിയന്ത്രിച്ചിരുന്നത്. ഇയാൾക്ക് ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയുമായി ബന്ധമുണ്ടെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യ 2 പ്രതികളെ പശ്ചിമ ബംഗാളിൽ നിന്നാണ് പിടികൂടിയത്. ഇവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 പേരെ തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇതിലൊരാൾ ബംഗ്ലാദേശിലേക്ക് പോയി ലഷ്കർ എ ഭീകരരെ കണ്ടിരുന്നു. പാകിസ്ഥാനിലെ ഭീകരരുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. പ്രതികളിൽ 4 പേർ ഡൽഹിയിലെ സുപ്രധാന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തിയ ശേഷം തമിഴ്നാട്ടിലേക്കും പശ്ചിമ ബംഗാളിലേക്കും മടങ്ങിയതായിരുന്നു. ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഉപകരണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ലാൽഖിലയ്ക്കും ചാന്ദിനി ചൌക്കിന്റെ ചില ഭാഗങ്ങൾക്കും ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഈ സംഘത്തിലെ ചില അംഗങ്ങൾ ഇപ്പോഴും ഒളിവിലാണെന്നും ഒട്ടേറെ സംസ്ഥാനങ്ങൾ റെയ്ഡുകൾ തുടരുകയാണെന്നും ആണ് വിവരങ്ങൾ. അധികം മുൻപല്ല ഹരിയാനയിലെ അൽ ഹലാബ് മെഡിക്കൽ കോളേജിലെ ഇസ്ലാമിക വൈറ്റ് കോളർ ഭീകരർ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് ഭീകരാക്രമണം നടത്തിയത്. യഥാസമയം വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഈ സംഘത്തിൽപ്പെട്ട പലരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതോടെ ഇവർ പദ്ധതിയിട്ട മറ്റിടങ്ങളിലെ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അറസ്റ്റിലൂടെയും വലിയ ഭീകരാക്രമണങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞത് അന്വേഷണ ഏജൻസികളുടെ വിജയമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ഭീകരർ താവളം അടിച്ചിരുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇസ്ലാമിക ഭീകരരുടെ താവളമാണ്. ഇത്തരം സാഹചര്യം ഉള്ളതിനാലാണ് ബംഗാളിലും തമിഴ്നാട്ടിലും ഇവർ തമ്പടിക്കേണ്ടതെന്ന് കരുതിയിരിക്കുന്നു. സമാനമായ സാഹചര്യമാണ് കേരളത്തിലുമുള്ളത്. ഇസ്ലാമിക ഭീകരവാദത്തെ സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിന് കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇതിന്റെ പല നേതാക്കളും ജയിലിലാണെങ്കിലും അണികൾ SDPI എന്ന രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയുമായും SDPIയുമായും നേരത്തെ CPM-ഉം LDF-ഉം സഖ്യത്തിലായിരുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാർമ്മികത്വത്തിൽ ഇക്കൂട്ടരുമായി കൈകോർത്തിരിക്കുന്നത് കോൺഗ്രസും UDF-ഉമാണ്. രാജ്യസ്നേഹികളും സമാധാനപ്രിയരുമായ ജനങ്ങൾ ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെ ജാഗ്രത പാലിക്കുകയും അവരുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാകുന്നവരെ പരാജയപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ആവശ്യവുമാണ്. ഏതായാലും ഭീകരരെ അമർച്ച ചെയ്തേ മതിയാകൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം.